ഹലോ, ഇന്ന് നമ്മൾ പെറ്റിംഗ് സൂ കാണാൻ വേണ്ടിയിട്ട് ഷാർജ സെൻട്രൽ മാളിൽ പോയിട്ടുണ്ടായിരുന്നു. യുവിക്ക് കഴുത്തിൽ കൂടെ പാമ്പിനെ ഇട്ട് കൊടുക്കണം എന്നൊക്കെയാട്ടോ അവൻ പറയണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഞാനും ഒട്ടും പാമ്പിനെയൊന്നും ഇടില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പാമ്പിനെയൊക്കെ കഴുത്തിൽ കൂടെയൊക്കെ ഞങ്ങൾ ഇട്ടു. എൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ കൂടെ ആൾ വന്നിങ്ങനെ ഇട്ട് തന്നതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഒരു അറപ്പ് ഫീൽ ചെയ്തിട്ടാണ്. എനിക്ക് പാമ്പിൻ്റെ സ്കിന്നിനോടൊക്കെ ഒരു അറപ്പായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പിള്ളേരെ നോക്കി നിൽക്കുന്ന നേരത്ത് ആളിങ്ങനെ കഴുത്തിൽ കൂടെ കൊണ്ടുവന്ന് ഇട്ട് തന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാമ്പ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആൾ നമ്മളിങ്ങനെ മുഖത്ത് കൂടെ ഇങ്ങനെ ഇഴയുന്നുണ്ടായിരുന്നു. വെയിറ്റ് ഉണ്ടായിരുന്നു, നല്ല വെയിറ്റുള്ള ഒരു പാമ്പ് തന്നെയായിരുന്നു അത്. തത്തേനെയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു പോർഷൻ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. ഒരു പെറ്റിംഗ് സൂ എന്ന് പറഞ്ഞിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല. വീക്കെൻഡിൽ പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ് തത്തു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് കയറാൻ പറ്റില്ല, ടൈം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ പിള്ളേരും എൻ്റെ കുട്ടികളും തമ്മിൽ ഭയങ്കര കളിയായിരുന്നു. ഈ സെൻട്രൽ മാളിൻ്റെ അപ്സ്റ്റെയർ ഫുൾ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. പിള്ളേർ കുറേ നേരം അവിടെ ഓടിക്കളിച്ച് നടന്നു. അവർ നല്ല ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ കാലിക്കറ്റ് ഗ്രില്ലിൽ വന്ന് കുറച്ച് ഫുഡൊക്കെ അടിച്ചു. ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നതായിരുന്നു. ബീഫും പൊറോട്ടയും കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നായിരുന്നു. അത് കുടുക്കാച്ചി ബീഫാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന് ഫ്ലേവർ നല്ല രസമുണ്ടായിരുന്നു. ഒരു നെയ്മിളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി ഭയങ്കര ഗ്രേവിയുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.